അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ്, ശഅബാൻ, റമളാൻ വളരെ പവിത്രത നിറഞ്ഞതാണല്ലോ. അതുകൊണ്ടല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത്. അതുപോലെ തന്നെ അവിടുത്തെ സഹാബാക്കളും താബീങ്ങളും തബഉ താബീങ്ങളും ഇന്ന് നമ്മൾ വരെ ദുആ ചെയ്യുന്നൊരു ദുആണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിച്ചു തരണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാർത്ഥന നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. റമളാനിലേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കുമായി ചെയ്യുമാറാവട്ടെ. നമുക്കറിയാം, റജബ്, ശഅബാൻ, റമളാൻ, എന്നാൽ ഈ 3 മാസങ്ങളും വളരെ സ്നേഹവും വളരെ ബഹുമാനവും വളരെ ആദരവും കൽപ്പിച്ചൊരു മാസമാണ്. അതുകൊണ്ടാണ് റജബ് ആദം നബി അലൈഹി സ്വലാം മുതൽ ബഹുമാനം വന്നു. അതുപോലെ തന്നെ ശഅബാനും റമളാൻ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആന്റെ മഹത്വത്തിലൂടെയും അതിൻ്റെ മഹത്വം വിളിച്ചോതുന്നു. എന്നാൽ ഈ 3 മാസങ്ങളിലും അസ്റിന് ശേഷം ചെല്ലേണ്ട ഒരു ദിക്റുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നത്. നമുക്കറിയാം, എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം, കാരണം വളരെ മഹത്വമുള്ളതാണ്. അസ്റിന് ശേഷവും അതുപോലെ തന്നെ റജബിലും ശഅബാനിലും റമളാനിലും ഇത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ രേഖകൾ, അവൻ്റെ കാര്യങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞ 2 മലക്കുകളോട് പറയുമെന്നാണ്. അവൻ്റെ പാപങ്ങളൊക്കെ കരിയിച്ചു കളയുക. ആരോടാണ് ഈ പറയുന്നത്? മലക്കുകളോട്. എന്തിനാണ് ഈ പറയുന്നത്? ഈ ദിക്ർ അഥവാ റജബിലും ശഅബാനിലും റമളാനിലും ചെല്ലുന്നവൻ്റെ പാവങ്ങളൊക്കെ കരിച്ചു കളയാനാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ സാവധാനം പറയുകയാണ്. എഴുതി വെക്കുന്നവർക്ക് എഴുതി വെക്കാം. അതുകൊണ്ടാണ് സാവധാനം പറയുന്നത്. ആ പറയേണ്ട ദിക്ർ എന്തെന്ന് വെച്ചാൽ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എഴുതി വെക്കുന്നവർക്ക് എഴുതി വെക്കാട്ടോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഗഫാറുദ് ദംബി വസത്താറുൽ ഗുയൂബ് وأتوب إليه توبة عبد ظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياة ولا نشورا എന്നുള്ളത് ഒരാൾ ദിനേന അസ്റിന് ശേഷം ശഅബാനിലും അതുപോലെ റമളാനിലും അതോടൊപ്പം തന്നെ ഈ മാസമായ റജബിലും ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുമെന്നാണ് അവൻ്റെ പാപങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യുക, കരിച്ചു കളയുക എന്ന് ബഹുമാനപ്പെട്ട നിഹായത്തുൽ അമൽ എന്ന ഗ്രന്ഥത്തിൽ ഇത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ.